ഈ സക്കാത്തിന്റെ അഹലുകാർക്ക് പിന്നെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയാന് സാധനങ്ങൾ നൽകിയാൽ മതിയോ, അതല്ലെങ്കിൽ കാശായിട്ട് തന്നെ നൽകണമെന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് വീട് നിർമ്മാണം നടക്കുന്ന വ്യക്തിക്ക് അതിനുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക. അതുപോലെ രോഗികൾക്ക് രോഗത്തിനുള്ള മരുന്ന് കൊടുത്താൽ അത് സക്കാത്ത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അതിന്റെ. സക്കാത്തിന്റെ ധനമായി കൊണ്ട് തന്നെയാണ് നൽകേണ്ടത് എന്നതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. എന്നാൽ ധനമായി നൽകുന്നത് ചിലപ്പോൾ അവരുടെ ആവശ്യങ്ങൾ ഉപകരിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് മറ്റു രംഗത്ത് അത് ചെലവായി പോകുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയും അവർക്ക് കൂടുതലും ഇത്തരത്തിൽ ഇപ്പൊ രോഗിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനുള്ള മരുന്ന് എത്തിച്ചു കഴിഞ്ഞാൽ അതാണ് കൂടുതൽ അയാൾക്ക് പ്രയോജന ഫലം. അതുപോലെ തന്നെ വീട് പണി നടക്കുന്ന ഒരു പാവപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കാശ് കൊടുക്കുന്നതിനേക്കാൾ അദ്ദേഹത്തിന് വീടിന് നിർമ്മാണ സാമഗ്രികളാണ് കൊടുക്കുന്നത് എന്ന് അദ്ദേഹത്തോടു കൂടി നമ്മൾ മുഷാവറ ചെയ്ത്, അഥവാ അദ്ദേഹത്തോടു കൂടി ചർച്ച ചെയ്ത് അദ്ദേഹം ഓക്കെ പറയുകയാണ് എങ്കിൽ അങ്ങനെ വാങ്ങിക്കൊടുക്കുന്നതിന് യാതൊരു വിലക്കുമില്ല, വിരോധവുമില്ല എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സക്കാത്തിന്റെ ധനം നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ അർഹരായ ആളുകളോട് നമ്മൾ അവരുടെ ആവശ്യങ്ങൾ ആരായാതെ നേരെ നമുക്ക് തോന്നിയത് എന്തെങ്കിലും കൊണ്ടുപോയി കൊടുത്തത് സക്കാത്താണ് എന്ന് പറയുമ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ചിലപ്പോൾ ആവശ്യമില്ലാത്തതാണ് എങ്കിൽ അത്തരം ഘട്ടത്തിൽ അത് പ്രയാസകരമാവും എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം. കൂടിയാലോചന നടത്തിയിട്ട് കൊടുക്കല്ലേ? അതെ, അതിന്റെ അവകാശികളോട്, കാരണം നമ്മൾ ഒന്നിച്ചെടുക്കുന്ന കൊടുക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ നിങ്ങൾക്ക് നൽകാൻ കഴിയും, ഞങ്ങൾ കാശ് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നൽകുന്നത് പോലെ നിങ്ങൾക്ക് അത് വാങ്ങിയെടുക്കാൻ കഴിയുകയില്ല എന്നൊക്കെയുള്ള രൂപത്തിലുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ അവർ പറയും ഞങ്ങൾ സംഭവം തന്നോളൂ എന്ന് പറയും. ആ രൂപത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത്. അതാണ് കൂടുതൽ ആ വിഷയത്തിലെ സൂക്ഷ്മമായ നിലപാട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.